സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. കൊച്ചി പഴയ കൊച്ചി അല്ലാതാകും അല്ലേ? പഴയ കൊച്ചിയുടെ നല്ല കാര്യങ്ങൾ നമുക്ക് തുടരണം, അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് മാറ്റവും വേണം. രാത്രി പോലും ഉറങ്ങാതിരിക്കുക, 12 മണി 1 മണിക്ക് 2 മണിക്ക് ഫയറുകാർ ഫോൺ ചെയ്യുക. ഐ വാസ് ഓൾവേസ് അറ്റ് ദ റിസീവിംഗ് എൻഡ്. ആര് വിളിച്ചാലും ബഹുമാനായ ശ്രീ എം പി രാജേഷ് അദ്ദേഹം പറഞ്ഞതാണ് എൻ്റെ ശരി. ആ പ്രതിസന്ധി നമ്മളൊരു അവസരമാക്കുകയും ആ അവസരത്തെ നമ്മൾ പൊതുജന നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 2 പ്ലാന്റുകൾ ഞങ്ങളുടെ ഉണ്ട്. പ്ലാന്റിനകത്ത് നമുക്ക് കിടക്കാൻ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ സഹായത്തോടെ BPCLൻ്റെ ഏറ്റവും വലിയൊരു CSR പ്രോജക്റ്റ് അത് അവർ ഇപ്പോൾ അവിടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയും കൊച്ചി തൊടാതെ മരടിൽ നിന്ന് ആരംഭിച്ച് അങ്കമാലിക്ക് പോകുന്ന പുതിയ നാഷണൽ ഹൈവേ വരികയുണ്ട്. എടപ്പള്ളിയെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഫ്ലൈ ഓവർ. പക്ഷേ എൻ്റെ അഭിപ്രായം ഇതൊന്നുമല്ല. ഒരു ശരിയായ നഗരം വാഹന തിരക്കുകൊണ്ടല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ്. ഞാനൊരിക്കലും ഇതിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളം പോലും വാങ്ങിച്ച് ഞാൻ കുടിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ എനിക്കറിയാലോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. അടുത്ത മേയർ താങ്കൾ തന്നെ ആയിരിക്കില്ല? ഇല്ല, ഞാൻ ഇനി മത്സരിക്കാൻ ഒരു സാധ്യതയില്ല. നിങ്ങളുടെ ഈ സമൃദ്ധി ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ പട്ടിണിയില്ല. സാറുള്ളത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇത്രയും കാലം ജീവിച്ചതെന്ന് പറയും. കൊച്ചി കോർപ്പറേഷൻ്റെ ജനകീയനായ മേയർ ശ്രീ അഡ്വക്കേറ്റ് M. അനിൽകുമാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ അഡ്വക്കേറ്റ് M. അനിൽകുമാർ. നമസ്കാരം. ഇപ്പോൾ അടുത്തിടെ പത്രങ്ങളിലൊരു ചിത്രം കണ്ടായിരുന്നു. താങ്കളും മന്ത്രി MP രാജേഷും ഒക്കെ ബ്രഹ്മപുരത്ത് ക്രിക്കറ്റ് കളിക്കുന്നു. ബ്രഹ്മപുരത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടോ? ബ്രഹ്മപുരത്തെ പ്രശ്നങ്ങളെല്ലാം പരിപൂർണമായി പരിഹരിച്ചു എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു 90% പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ബ്രഹ്മപുരത്ത് കിടന്നിരുന്ന ലെഗസി വേസ്റ്റ്. സാധാരണ ഈ ലെഗസി എന്ന് പറയുന്ന വാക്ക് നമുക്ക് നല്ല കാര്യങ്ങളാണ് തരുന്നത്. അപ്പം എന്നെ കളിയാക്കി ശ്രീ V. മുരളീധരൻ ഇടയ്ക്ക് കാണുമ്പോൾ പഴയ ബഹുമാന്യ മന്ത്രി എന്നോട് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു കാര്യം, മേയർക്ക് കിട്ടിയ ലെഗസി വേസ്റ്റ് അങ്ങോട്ട് പോയി എന്ന്. അപ്പോൾ അത്രയും കാലമായി കിടന്നിരുന്ന ആ ലെഗസി വേസ്റ്റിൻ്റെ ഏതാണ്ട് ഒരു 90% ഇപ്പം നമ്മൾ മാറ്റിക്കഴിഞ്ഞു. കൊടുന്നു വളരെ സയൻറ്റിഫിക്കായി ബയോമൈൻ ചെയ്ത് നമ്മൾ മാറ്റി. നമ്മളിത് കൂടാതെ അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ സഹായത്തോടെ BPCLൻ്റെ ഏറ്റവും വലിയൊരു CSR പ്രോജക്റ്റ്, CSR എന്ന് പറയാൻ പറ്റില്ല, അവരൊരു പ്രോജക്റ്റ് തന്നെയാണത്. അത് അവർ ഇപ്പോൾ അവിടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ്. അതായത് ഇൻഡോറിൽ നമ്മളെല്ലാവരും പറയാറില്ലേ. അപ്പോൾ ആ ഇൻഡോർ പ്ലാന്റിൻ്റെ പോലെ മറ്റൊരു പ്ലാന്റ് 150 ടണ്ണിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഒരു കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റാണ് പണി നടക്കുന്നത്. ആ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത, അത് ഒരു ദിവസം ഒരു അരമണിക്കൂർ പോലും അതിൻ്റെ നിർമ്മാണം നിന്നിട്ടില്ല. രാത്രിയും പകലുമാണ് നിർമ്മാണം നടക്കുന്നത്, ഫുൾ സ്വിങ്ങിൽ. അത് ഷെഡ്യൂൾ ചെയ്തതിനേക്കാൾ 6 മാസം മുമ്പ് ഞങ്ങൾ ട്രയൽ റണ്ണിലേക്ക് എത്തുകയാണ്. അതിന് കാരണം BPCLൻ്റെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഞങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം, ഞങ്ങളവിടെ ഒരു ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ BSF പ്ലാന്റ്, അതൊരു ലാർവയാണ്. നമ്മളത് കൊണ്ടുവന്നപ്പോൾ എല്ലാവരും ഈച്ച വലുതാവും, ഈച്ച പുറത്തേക്ക് പോവും, എന്നിട്ട് എല്ലാവരെയും ആക്രമിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് വളരെ മനോഹരമായി ഇപ്പോൾ 1 കൊല്ലത്തിലേറെയായി 2 പ്ലാന്റുകൾ ഞങ്ങളുടെ ഉണ്ട്. പ്ലാന്റിനകത്ത് നമുക്ക് കിടക്കാൻ വേണമെങ്കിൽ. ലാർവയെ കൊണ്ടുള്ള പ്രയോജനം, ലാർവ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ലാർവ നമ്മുടെ ഫുഡ് കഴിക്കും, ഫുഡ് വേസ്റ്റ് കഴിക്കും, എന്നിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യും. റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് വളർന്ന് പറന്നു പോവില്ല, എന്നിട്ട് അത് വളമാക്കി മാറ്റും. ആ വളത്തിന് നല്ല ഒരു മൂല്യമുള്ളൊരു വളം കൂടിയാണ്. എനിക്ക് തോന്നുന്നു താങ്കൾ മേയറായിട്ടിരുന്ന കാലയളവിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എനിക്ക് തോന്നുന്നു ബ്രഹ്മപുരത്തെ മാലിന്യം ഏറ്റവും വലിയ പ്രതിസന്ധി. അതെ, പ്രതിസന്ധി സമം ഞാനുമായിരുന്നു സത്യത്തിൽ. തുടക്കം മുതൽ ഒന്നാമത്തെ പ്രശ്നം, എനിക്കൊരിക്കലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. LDF-നൊരു ഘട്ടത്തിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല മറ്റെല്ലാ ജില്ലകളിലും CPIM ഏറ്റവും ശക്തമായി നിൽക്കുമ്പോൾ ഞങ്ങളുടെ ജില്ലയിലാണ് ഞങ്ങൾക്ക് സംഘടനാപരമായി കരുത്തുണ്ടെങ്കിലും ഈ ജനപ്രതിനിധികൾ MLA-മാർ ജില്ലാ പഞ്ചായത്ത് പോലും ഞങ്ങൾക്ക് മറ്റെല്ലാം ജയിക്കുമ്പോഴും ഞങ്ങൾ എറണാകുളം കിട്ടാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആദ്യത്തെ ദിവസം മുതലുള്ള ഈ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിഞ്ഞു. ബ്രഹ്മപുരത്തെ പ്രതിസന്ധി ബഹുമാനായ ശ്രീ MP രാജേഷ് അദ്ദേഹം പറഞ്ഞതാണ് എൻ്റെ ശരി, അദ്ദേഹത്തിൻ്റെ വാചകമാണ്. ആ പ്രതിസന്ധി നമ്മളൊരു അവസരമാക്കുകയും ആ അവസരത്തെ നമ്മൾ പൊതുജന നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് ഏറ്റവും വലിയ. ഇനിയിപ്പോൾ അതിൽ നിന്നുള്ള ഈ പ്ലാന്റ് കമ്മീഷൻ ചെയ്യുമ്പോൾ, പൂർണ്ണമായിട്ട് കമ്മീഷൻ ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ പ്രയോജനകരമാകും. അത് മാത്രമല്ല ചെയ്യുന്നത്. അതെ, ഞങ്ങൾ ബയോഗ്യാസ് പ്ലാന്റ്, BSF പ്ലാന്റ്, ഞങ്ങൾ അത് കഴിഞ്ഞ് 110 ഏക്കറുണ്ട്.
ഈ 110 ഏക്കർ പോയിട്ട് 10 ഏക്കർ പോലും കൊണ്ട് കാണാൻ പറ്റില്ലായിരുന്നു ആർക്കും. നിങ്ങളെല്ലാവരും പഴയ ഫോട്ടോസ് കണ്ടിട്ടുണ്ടല്ലോ, ഫയൽ ഫോട്ടോസ്. ഇതിപ്പോൾ 110 ഏക്കറിലും ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കി. അതിലിപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും കൂടി സഹായത്തോടു കൂടി വേൾഡ് ബാങ്ക് പ്രോജക്റ്റിൽ ഞങ്ങളൊരു 50 ടൺസിൻ്റെ ഒരു വിൻഡ്രോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഇങ്ങനത്തെയൊക്കെ പ്ലാൻസ് ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഹ്യൂമിഡിറ്റിക്ക് ഏറ്റവും നല്ലൊരു കാര്യം വിൻഡ്രോ ആണ്. കാരണം വളരെ പെട്ടെന്നൊന്നും മറിച്ച് ഇത്തിരി ഇനോക്കുലം തളിച്ചു കഴിഞ്ഞാൽ അത് വളമായി മാറും. അപ്പോൾ ആ വിൻഡ്രോ പ്ലാന്റ് ഞങ്ങളൊരു 50 ടൺസിൻ്റെ ഒരു റിസർവായിട്ട് ഇടും. അപ്പോൾ എൻ്റെ ഒരു അതിലൊരു വീക്ഷണം എന്ന് പറയുന്നത്, നമുക്കിപ്പോഴും ഒരു 3-4 ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് വേണം. ഏതെങ്കിലും ഒരെണ്ണത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാറ് വന്നാൽ സിറ്റിയെ ബാധിക്കരുത്, അടുത്ത പ്ലാന്റ് അതിനെ വർക്ക് ചെയ്യണം. രണ്ടാമത്തെ സംഗതി, വേസ്റ്റിൽ ഞങ്ങളെ മാത്രമല്ല നോക്കുന്നത്, ഞങ്ങൾ ചുറ്റുപാട് കിടക്കുന്ന മുനിസിപ്പാലിറ്റികൾ, പ്രത്യേകിച്ച് ആ പഞ്ചായത്ത് തന്നെ നന്നായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണത്. അപ്പോൾ നമുക്ക് കൊച്ചി എന്ന് പറഞ്ഞാൽ കൊച്ചി കോർപ്പറേഷൻ മാത്രമല്ല, കൊച്ചി എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും കിടക്കുന്ന എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ചേർന്നാണ്. ഇവിടെ പ്ലാസ്റ്റിക് സംസ്കരിക്കുന്ന ഒരു RDF പ്ലാന്റ്, അതും കേരളത്തിൽ ആദ്യത്തെയാണ്. അതും ഞങ്ങൾ ടെൻഡർ ചെയ്ത് നിർമ്മാണത്തിലേക്ക് പോകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ മാലിന്യമുക്ത കേരളം എന്നുള്ളത് ഇപ്പോൾ യാഥാർത്ഥ്യമാകും എന്നുള്ള പ്രഖ്യാപനമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അന്നേരം എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ കൊച്ചി കോർപ്പറേഷൻ്റെ ആണ്. കൊച്ചി നടത്തിയ കോൺട്രിബ്യൂഷൻ, എല്ലാ കോൺട്രിബ്യൂഷനും കൊച്ചിയുടെ അല്ല. കൊച്ചി നടത്തിയ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ, സെൻട്രലൈസ്ഡ് പ്ലാന്റുകളൊന്നും നമുക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാം ഈ തുമ്പൂർ മൊഴി ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇനീഷ്യേറ്റീവ്സ് ആണ്. അതിന് പകരം നമ്മളൊരു പുതിയ ഒരു നെറേറ്റീവ് ഉണ്ടാക്കി. നിങ്ങൾക്ക് സെൻട്രലൈസ്ഡ് പ്ലാന്റ് ഇല്ലാതെ, ഇപ്പം ഞങ്ങൾ വാഹനങ്ങളെല്ലാം ഞങ്ങൾ കോമ്പാക്റ്റേഴ്സ് ആക്കി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാതെ നമ്മളൊരു പുതിയ മോഡേൺ സിറ്റിയെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയില്ല എന്ന മാറ്റമാണ് ഉണ്ടാക്കിയത്. പക്ഷേ സ്വാഭാവികമായിട്ട് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റൊക്കെ വരുമ്പോൾ തദ്ദേശവാസികളുടെ എതിർപ്പ് പൊതുവെ, ഒരു ഉദാഹരണം തിരുവനന്തപുരത്ത് വിളപ്പിൽശാലയിൽ ഒരു ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം വന്നപ്പോൾ ഭയങ്കര എതിർപ്പായിരുന്നു. അത് എവിടെ ഒരു പ്ലാന്റ് വരാൻ പോവുകയാണെങ്കിൽ അവിടെ എല്ലാം എതിർപ്പ് പൊതുവെ വരാറുണ്ട്. ഇതിനെ എങ്ങനെയാണ് കൊച്ചി കോർപ്പറേഷൻ അതിജീവിച്ചത്? അല്ല, ഒന്ന് ബ്രഹ്മപുരം വളരെ മോശം സ്ഥിതിയിലായിരുന്നു അവർ. പിന്നെ അവിടെ ജനവാസ മേഖല വളരെ കുറവാണ്. കാരണം ഞങ്ങൾ അത് സ്ഥലം എടുത്തപ്പോൾ തന്നെ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അവിടെ പ്രാദേശികമായി വരാത്തത്. പക്ഷെ ജനവാസ മേഖലയിലായിരിക്കും ഭാവിയിലൊക്കെ ചിലപ്പോൾ പ്ലാന്റുകൾ. നമ്മൾ അതിനോട് തർക്കിച്ചിട്ട് കാര്യമില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ടെക്നോളജിയും സാങ്കേതിക വിദ്യയും എല്ലാ ഘട്ടങ്ങളിലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മുട്ടത്തറ അങ്ങേക്ക് നേരിട്ട് അറിയാവുന്നതാണ്. പണ്ട് മുട്ടത്തറയുടെ നിങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടാവും പല സ്തംഭിച്ചു പോയ സ്വീവേജ് പ്ലാന്റിനെ പറ്റി. ഇപ്പൊ അത് ഒരു സക്സസ് സ്റ്റോറി അല്ലേ തിരുവനന്തപുരത്ത്. ജനജീവിതത്തെ ബാധിക്കാത്ത രീതിയിലുള്ള ഇത്തരം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുള്ള പ്ലാന്റുകളാണ് ഇനി ആവശ്യമുള്ളത് അല്ലേ? ഇപ്പൊ കൊച്ചി നഗരത്തിലെ അന്ന് ഈ ബ്രഹ്മപുരത്തു നിന്നുള്ള പുക, അതും ഭയങ്കര ഒരു വലിയ വിഷയമല്ലായിരുന്നു അല്ലേ? വലിയ വിഷയം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ 10-12 ദിവസവും മറ്റോ ആ പുക ഏറ്റു എന്ന് മാത്രമല്ല, അത് എൻ്റെ മനസ്സിനുണ്ടാക്കിയ ആഘാതം ആ സമയത്ത് ഞാൻ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കാരണം രാത്രി പോലും ഉറങ്ങാതിരിക്കുക, 12 മണി 1 മണിക്ക് 2 മണിക്ക് ഫയറുകാർ ഫോൺ ചെയ്യുക, ഇപ്പം ഞങ്ങൾക്ക് ഇന്നത് വേണം, ഇപ്പം ഞങ്ങൾക്ക് ഡീസൽ വേണം. ഞാൻ സത്യത്തിൽ ഓൾവേസ് അറ്റ് ദ റിസീവിങ് എൻഡ്, നമ്മൾ ഇംഗ്ലീഷിലൊരു പദപ്രയോഗമുണ്ട്. ഐ വാസ് ഓൾവേസ് അറ്റ് ദ റിസീവിങ് എൻഡ്. ആര് വിളിച്ചാലും, റോട്ടിൽ നിൽക്കുന്ന സാധാരണക്കാരൻ മുതൽ എന്നെ വിളിക്കാത്ത ഒരേ ഒരാൾ, എന്നെ സമ്മർദ്ദത്തിലാക്കാത്ത ഒരേ ഒരാൾ ഞാൻ പറയാം. അതാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ്റെ ഒരു ബന്ധം എന്തുകൊണ്ടാണ് CPM എന്ന് ചോദിച്ചാൽ, ഇപ്പം എൻ്റെ ഉദാഹരണത്തിൽ തന്നെ ഞാൻ ശ്രീ രാജേഷിനോട് പറയാം, ഈ പ്രതിസന്ധികളെല്ലാം മറികടക്കുമ്പോഴും ഒരിക്കൽ പോലും അദ്ദേഹം നെഗറ്റീവായ ഒരു പരാമർശം നടത്തിയിട്ടില്ല. അദ്ദേഹം എന്നെ ആശങ്കപ്പെടുത്തിയിട്ടില്ല. മറ്റുള്ളവർ പരാതി പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, നിങ്ങളിതിന് അവരത് മറികടക്കും, അവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ശ്രീ രാജേഷ് ചോദിച്ചില്ലേ പ്രതിസന്ധി എന്ന് പറയുന്ന വാക്ക്. ഞാനിങ്ങനെ ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് ബ്രഹ്മപുരം ഫയർ കഴിഞ്ഞ ഉടനെ എന്നോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സ്വകാര്യ സംഭാഷണമാണെങ്കിൽ ഞാൻ പറയുകയാണ്, അതിൽ വലിയ എൻ്റെ മനസ്സിനെ വല്ലാതെ ഒരു പ്രതീക്ഷ നൽകിയതും എന്നെ പ്രവർത്തിപ്പിച്ച ഒരു കമൻ്റ് ഉണ്ട്. എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഗവൺമെൻറ്റൊക്കെ ഉണ്ട്, നിങ്ങളാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഒരു പ്രത്യേകത വെച്ച് നിങ്ങളുടെ ലൈഫിൽ അധികം പ്രതിസന്ധികൾ നിങ്ങൾക്ക് വന്നിട്ടില്ല. നിങ്ങളുടെ ഒരു കുടുംബ സാഹചര്യമൊക്കെ വെച്ച് പ്രതിസന്ധിയെ കമ്മ്യൂണിസ്റ്റുകാരൻ മറികടക്കണം. അതുകൊണ്ട് നിങ്ങൾ വലിയ പിന്തുണയായിരുന്നു, ഭയങ്കരമായ പിന്തുണയല്ലേ. മാത്രമല്ല ശ്രീ രാജേഷ് ഒരിക്കൽ പോലും, ഞാനതാ പറഞ്ഞു, ഒരിക്കൽ പോലും അദ്ദേഹം എന്തുകൊണ്ട് ഇത് ശരിയാവുന്നില്ല, എന്തുകൊണ്ട് അവിടെ വേസ്റ്റ് കിടക്കുന്നു, ഇവിടെ ഇതെന്നോട് ചോദിക്കാത്ത ഒരാളുമില്ല. എൻ്റെ ഏറ്റവും ഭയങ്കരമായിട്ട് എതിർപ്പും രാജിവെക്കണമെന്നും ഒക്കെ പറഞ്ഞില്ലേ? അതൊക്കെ ഉണ്ടായി. പക്ഷെ അങ്ങനെ രാജിയെ കുറിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ? ഒരിക്കലും. എന്നെ സംബന്ധിച്ച് രാജി ഒരു ഘട്ടത്തിലേ ഉള്ളൂ. രാജി എൻ്റെ പാർട്ടി ഇപ്പൊ പറഞ്ഞ, നമ്മൾ തമ്മിൽ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഖാവ് CN മോഹൻ എന്നോട് രാജിവെക്കാൻ പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇത് അവസാനിപ്പിച്ച് നേരെ പാർട്ടിയുടെ ഒരു ശക്തമായ പാർട്ടിയുടെ പരിപൂർണമായ പിന്തുണ എല്ലാ സന്ദർഭത്തിലും. CN മോഹനെ പോലെ വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു ജില്ലാ സെക്രട്ടറി ആണല്ലോ. അതെ, ജില്ലാ സെക്രട്ടറിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു.
പിന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ പിന്തുണ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിലൊരു റൈഡറായി പറയാനുള്ളത്, പ്രതിപക്ഷം രാജിവെക്കണം എന്നൊക്കെ പറയുമ്പോഴും ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാനൊരു അതിലൊരു പേഴ്സണലി കറപ്റ്റായി എന്തെങ്കിലും ചെയ്തിട്ടില്ലെന്നറിയാം. രണ്ട് ഞാൻ അതിൽ എന്തെങ്കിലും ഒരു മാർഗമുണ്ടാക്കും എന്നൊരു പ്രതീക്ഷ അവർക്കും ഉണ്ടായിരുന്നു. താങ്കളുടെ ഒരു ഇമേജ് ഇതിനെ അതിജീവിക്കുന്നതിൽ വളരെ നിർണായക ഘടകമായിരുന്നു. കാരണം വേറൊരാളാണെങ്കിൽ പ്രതിസന്ധിപ്പെട്ടു പോയനെ, പ്രത്യേകിച്ച് ഒരു കറപ്റ്റ് ഇമേജ് ഉള്ള ഒരാളായിരുന്നു. ഇമേജിനെ കുറിച്ച് ഞാനല്ല പറയേണ്ടത്, നിങ്ങളാ പറയേണ്ടത്. പക്ഷെ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാനൊരു എല്ലാ ചർച്ചകൾക്കിടയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം അതാണ്, ഞാൻ ഒരിക്കലും ഇതിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളം പോലും വാങ്ങിച്ച് ഞാൻ കുടിച്ചിട്ടില്ല. ഈ ഇത്രയും വലിയ ബയോമൈനിങ് കോൺട്രാക്ട്സിൽ ഒരു തരത്തിലും ഞാൻ ഒരു കോൺട്രാക്ട്സിലും ഇടപെട്ടിട്ടില്ല. ഞാൻ മേയറായി വന്നപ്പോൾ ഒരു ടെൻഡർ കഴിഞ്ഞൊരു കമ്പനി വന്നിരിക്കുന്നു, ആ കമ്പനിയെ കൊണ്ട് ജോലി ചെയ്യിക്കാനാണ് ശ്രമിച്ചത്. എൻ്റെ വിശ്വാസം, എൻ്റെ ശരി, എൻ്റെ മനസ്സിൽ എനിക്കറിയാലോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. അത് തീർച്ചയായിട്ടും എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ബ്രഹ്മപുരം എന്നുള്ള ഒരു ജീവിതത്തിലൊരു പാഠമാണ് അല്ലേ? ബ്രഹ്മപുരം ജീവിതത്തിൽ പലതിൻ്റെയും പാഠമാണ്. നമ്മൾ എവിടെയെല്ലാം ശ്രദ്ധിക്കണം, ആരാണ് നേതാവ്. ഞാൻ ശ്രീ രാജേഷിനോട് പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എനിക്ക് അതിൽ കൂടുതൽ ശ്രീ പിണറായി വിജയൻ ആയിട്ട് വളരെ ദൂരെ നിന്നുള്ളൊരു ബന്ധം മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് എത്രയോ അടുത്ത, ഞാൻ ആളുകളൊന്നും പേര് പറയുന്നില്ല, എന്നെ ജീവിതകാലം മുഴുവൻ പ്രോത്സാഹിപ്പിച്ച CPM-ലെ തന്നെ പല നേതാക്കന്മാരും ഇടയ്ക്കിടയ്ക്ക് അവർ അസ്വസ്ഥരാകും. നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ ഇവിടെ വേസ്റ്റ് കിടക്കുന്നു, ഇവിടെ വേസ്റ്റ് കിടക്കുന്നു, മേയർ എന്താ ചെയ്യുന്നത്. അതിന് പകരം ഒരു ലീഡർ എന്താണ് എന്നുള്ളത് ഞാൻ അന്ന് കണ്ടത് ആ സന്ദർഭത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ അന്ന് ഗോവിന്ദൻ മാഷിൻ്റെ പിന്തുണ, അപ്പോൾ നമ്മുടെ ഒരു സംസ്ഥാന നേതൃത്വത്തിൻ്റെ, ജില്ലാ നേതൃത്വത്തിൻ്റെ, പിന്നെ നമ്മുടെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകൾ, അവർ ഈ പ്രതിസന്ധിയിലൊക്കെ നിൽക്കുമ്പോഴും ഇവിടുത്തെ നിരവധി സംഘടനകൾ, അതിനൊരു വിഷയം വന്നപ്പോൾ ഇവിടെ നഗരം താമസിക്കാൻ പറ്റിയ ഒരു ഇടമല്ല എന്ന് പോലും ആൾക്കാർ പറയും. അതെ അതെ അതെ, ആ അവസ്ഥ മാറിയോ? പിന്നെ അതിലൊക്കെ മാറ്റം വന്നെന്ന് ശ്രീ രാജേഷിന് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഈ മാലിന്യ പ്രശ്നത്തിൽ വളരെ വളരെ മുമ്പോട്ട് പോയി, കേരളത്തിൽ തന്നെ മുമ്പോട്ട് പോയി, അതിൽ യാതൊരു സംശയവുമില്ല. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഞാൻ കാണുന്നത് ഇനി ഭക്ഷണ മാലിന്യത്തിന്റെ പ്രതിസന്ധി നമ്മൾ മറികടക്കുമ്പോൾ ഇനി അടുത്ത ഒരു കാര്യവും കൂടി ഉണ്ടെന്ന് എൻ്റെ അഭിപ്രായം. അത് നമ്മുടെ ഈ ജലാശയങ്ങളിലെ പ്രശ്നമാണ്. അതിനാണ് നമ്മുടെ കനാൽ റിജുവനേഷൻ പ്രോജക്റ്റ്. 1-2 കനാലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ഒരു പ്രതീക്ഷ, അടുത്ത മേയർ ആരാണെങ്കിലും, അടുത്ത കോർപ്പറേഷൻ ആരാണെങ്കിലും അവരത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോൾ കൊച്ചി ഒരു വലിയ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്. മേയർ താങ്കൾ തന്നെ ആയിരിക്കില്ല, താങ്കളുടെ വനിതയാണ്. ഇല്ല, ഞാൻ ഇനി മത്സരിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ടേമായി. ഞാൻ വളരെ ചെറുപ്പത്തിൽ കൗൺസിലിൽ വന്നതാണ്. ഞാൻ പഠിക്കുമ്പോൾ കൗൺസിലിൽ വന്നതാണ്. സാധാരണഗതി അല്ല, പാർട്ടിക്ക് ഭരണം കിട്ടണമല്ലോ. നമ്മൾ ഈ ചെയ്യുന്ന ജോലികൾക്കെല്ലാം സ്വാഭാവികമായും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ അധികാരവും തെരഞ്ഞെടുപ്പും പ്രധാനമാണ്. അതിൽ X or Y വ്യക്തി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, നമുക്ക് കിട്ടണം. മാലിന്യം പോലെ തന്നെ മറ്റൊരു വലിയ വിഷയം, ഒരു മഴ പെയ്താൽ കൊച്ചി നഗരം വെള്ളക്കെട്ടാവും എന്നുള്ളത്. അതിലെന്ത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റി? എത്രത്തോളം? അതിൽ ഒരുപാട് മുമ്പോട്ട് പോയി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് സത്യത്തിൽ ഞാനും കളക്ടറും തമ്മിലുള്ള ഒരു ഏകോപനമാണ്. ജില്ലാ കളക്ടറായി വന്ന, അത് ഈ ബ്രഹ്മപുരത്തിൽ ഉൾപ്പെടേണ്ടത് ശ്രീ NSK ഉമേഷ് IAS എന്ന ചെറുപ്പക്കാരനായ IAS ഉദ്യോഗസ്ഥൻ കളക്ടറായി വന്നത്, അതും മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനമാണ്. അത് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ വളരെ കാര്യമായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് നിവാരണത്തിൽ ഞങ്ങൾ റവന്യൂ, ഫയർഫോഴ്സ് ഒക്കെ വലിയ സംഭാവന. സാധാരണ തീ പിടിക്കുമ്പോഴാണല്ലോ, ഇത് വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ അവർ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ആണ് ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പ്രവർത്തനം നടക്കുന്നത്. അത് കാര്യക്ഷമമാണ്. പക്ഷെ അത് അതിന് ബഹുമാനായ ധനകാര്യമന്ത്രി എല്ലാ വർഷവും ശ്രീ ബാലഗോപാൽ 10 കോടി സാമ്പത്തിക പ്രതിസന്ധിയിൽ തരുന്നുണ്ട്. ഞാൻ ചോദിക്കുമ്പോഴൊക്കെ ഈവൻ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ പലപ്പോഴും എല്ലാവരും അസ്വസ്ഥരാകും വിമർശിക്കുമ്പോൾ. അല്ല, പൊതുവെ പറയുന്നതെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും ഹൈക്കോടതി വിമർശിച്ച ശേഷമാണ് നഗരസഭയാണെങ്കിലും ജില്ലാ ഭരണകൂടം ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കുക, പ്രത്യേകിച്ചും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയല്ല ശ്രീ രാജേഷ്, ഹൈക്കോടതി എവിടെ വരെ വിമർശിക്കണം, എവിടെ വരെ പോകണമെന്ന് ഹൈക്കോടതി തീരുമാനിക്കണ്ടേ? കാരണം ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ്. എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം, എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നതിനെ സംബന്ധിച്ച് എനിക്ക് എൻ്റെതായ വീക്ഷണമുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാനത് പബ്ലിക്കലി. ഹൈക്കോടതി ഇവിടെ ആയതുകൊണ്ട് ഹൈക്കോടതി എപ്പോഴും കാണും, ഹൈക്കോടതി സ്ഥിരമായി കാണും. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ ബാറ്റേഡ് കേസസ് എന്ന് പറയും, നമ്മൾ അവർ തന്നെ ഇന്ന് കേസസ് ആണ്. പക്ഷെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട എൻ്റെ ഒരു അനുഭവത്തിൻ്റെ പ്രത്യേകത, ഈ ഹൈക്കോടതി ബെഞ്ചുകളൊന്നും നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ എന്നോട് എന്തെങ്കിലും തരത്തിലൊരു അസ്വസ്ഥത പ്രകടിപ്പിച്ചതായി എനിക്ക് തോന്നിയിട്ടില്ല. അവർ പറയാറുണ്ട് ചില കാര്യങ്ങൾ ചെയ്യും. ചില ജഡ്ജിമാർ ഓരോ സ്വഭാവക്കാരാണ്. ശ്രീ ദേവൻ രാമേന്ദ്രനൊക്കെ വളരെ സിവിക് സെൻസോടുകൂടി
പ്രവർത്തിക്കുന്ന ജഡ്ജിമാരിൽ ഒരാളാണ്. സിവിക് സെൻസിന്റെ പ്രശ്നം അത് ഇപ്പൊ ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ സിവിക് സെൻസ് ഉള്ള ആളാണ്. അല്ല അല്ല ഞാൻ പറഞ്ഞ ഡിവിഷൻ ബെഞ്ചിൽ ഇരിക്കുന്ന ഇപ്പം ഞങ്ങളുടെ ബ്രഹ്മപുരം കേൾക്കുന്ന ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസും ജസ്റ്റിസ് ഗോപിനാഥ മേനോൻ 2 പേരാണ് ഡിവിഷൻ ബെഞ്ച് കേൾക്കുന്നത്. ചീഫിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അങ്ങനെ സ്ഥിരം ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. കേരളത്തിൽ സ്ട്രീറ്റ് വെൻഡിങ്ങിന്റെ എല്ലാ പ്രോസസ്സും പൂർത്തിയാക്കിയ ആദ്യത്തെ കോർപ്പറേഷൻ കൊച്ചിയാണ്. അത് മുഴുവനും ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാരുടെ ഒരു എന്താ പറയുക കൺട്രോളിൽ നടന്ന കാര്യമാണ്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ കൗൺസിലുള്ളപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ട് ഈ കോർപ്പറേഷൻ പിരിച്ചുവിടുന്നില്ല എന്നൊക്കെ ചോദിക്കുമായിരുന്നു അദ്ദേഹം. ഇപ്പൊ ഈ കഴിഞ്ഞ 4 കൊല്ലം ചോദിച്ചിട്ടില്ല. പക്ഷെ ചില സമയത്ത് അദ്ദേഹം നോട്ടം കൊച്ചി നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. നല്ലതാണ് എന്റെ അഭിപ്രായം. മറ്റൊന്ന് ഇപ്പൊ കൊച്ചി ലഹരിയുടെ ഹബ്ബായോ, ലഹരിയിൽ മുങ്ങിയോ? അങ്ങനെ പറയാൻ കഴിയില്ല. കൊച്ചിയുടെ പ്രത്യേകത, കൊച്ചി എല്ലാ പുതിയ കാര്യങ്ങളും വന്നിറങ്ങുന്ന സ്ഥലമാണ്. നമ്മുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എയർപോർട്ട്, നമ്മുടെ സീപോർട്ട്, ഇങ്ങനൊരു നഗരം അപൂർവമല്ലേ. ഇപ്പൊ തിരുവനന്തപുരത്തെ എയർപോർട്ട് ഉണ്ടെങ്കിൽ പോലും ഇത്രയും ഇന്റർനാഷണലി ഇത്രയും ഫ്ലൈറ്റുകളൊന്നും വന്നിറങ്ങുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. പോലീസിൻ്റെതായ പരിമിതികളുണ്ട്. എന്നാൽ പോലീസ് കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഞങ്ങൾ അധോലോകം വളരുന്നുണ്ടോ? അധോലോകം വേണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ പോലീസിന്റെ കോമ്പിങ് ഇപ്പം നമ്മുടെ ഇവിടെ വന്നിരിക്കാവുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വന്ന ഈ നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ക്യൂൻസ് വാക്ക്വേ, മെറൈൻ ഡ്രൈവ്, അല്ലെങ്കിൽ സുഭാഷ് പാർക്ക് പിന്നെ നമ്മൾ ക്ലോസ് ചെയ്യും. ബാക്കിയെല്ലാം തുറന്നു കിടക്കുകയാണ്. ഫോർഷോർ റോഡ്. അപ്പം ഇതെല്ലാം ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറുപ്പക്കാർ, നമ്മുടെ നൈറ്റ് ലൈഫ് എന്ന് പറയുമല്ലോ, നൈറ്റ് ലൈഫ് ആദ്യമേ ഉള്ളൊരു സിറ്റിയാണ് കൊച്ചി. അപ്പോൾ ഒരു 10 മണി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെ നമ്മൾ നിയന്ത്രിക്കാൻ പോയാൽ പിന്നെ അതൊരു നെഗറ്റീവ്സ് പോകും. അവരവിടെ ഇരിക്കുന്ന സമയത്ത് പണ്ട് ഓർമ്മയുണ്ടോ, പണ്ട് പോലീസ് നമ്മുടെ ഈ കവലയിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ വന്ന് ആ ജീപ്പ് ഒന്ന് ചവിട്ടിയിട്ടൊന്ന് നോക്കിയാൽ തന്നെ നമ്മൾ ഇരിക്കുന്ന എല്ലാവരും പിരിഞ്ഞു പോകും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസിനോട് അവർ ചോദിക്കും, ഞങ്ങളിവിടെ ഇരിക്കുന്നതിൽ നിയമപ്രകാരം വേറെ പ്രശ്നമില്ലല്ലോ. വ്യാപാരത്തിനും കൈമാറ്റത്തിനും പറ്റിയ ഇടങ്ങൾ ഒരുപാട് ഓപ്പൺ സ്പേസുകൾ ഉള്ളപ്പോൾ സാധ്യതകളുണ്ട്. അപ്പം ഇനി അത് പരിഹരിക്കാൻ വേണ്ടി ഇപ്പം ഞങ്ങൾ പോലീസ് കമ്മീഷണറും കളക്ടറും നമ്മളെല്ലാവരും കൂടി ചേർന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു വിപത്ത് ഉണ്ടാവരുതെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം കൗൺസിലർമാർക്ക് അറിയുന്ന, പൊതുപ്രവർത്തകർക്ക് അറിയുന്ന പല വിവരങ്ങളും പോലീസിനുണ്ടാവണമെന്നില്ല. പോലീസും എക്സൈസും നമ്മുടെ ജനപ്രതിനിധികളും തമ്മിലുള്ള ഒരു സംഭാഷണം വർദ്ധിച്ചാൽ തന്നെ ഇതിന് കുറേ മാറ്റം വരും. നമ്മൾ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികളോട് കുറച്ച് സമയം അവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ട പ്രശ്നം വരും. ഇങ്ങനെയൊക്കെ ഉണ്ടായാലും പലപ്പോഴും മാതാപിതാക്കളുടെ പ്രശ്നം കൊണ്ടല്ലാതെ തന്നെ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും പോകുന്ന കുട്ടികൾ പലപ്പോഴും ഇതിന്റെ വലയിൽ. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നുള്ളത്. അതെ. അത്തരം അത് പക്ഷേ കൊച്ചിയിൽ വളരെയധികം കൂടി വരുന്നു. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്നതിൽ ഒരാഴ്ചകളിൽ എത്ര പേരെ പിടിച്ചു, എത്ര കിലോ കഞ്ചാവ് പിടിച്ചു. അതിനെ അമർച്ച ചെയ്യാൻ ഇപ്പം നഗരസഭ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമൊന്നുമല്ല അത്. പക്ഷെ അത്തരം എന്തെങ്കിലും ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ ഉണ്ടോ? അല്ല, ഞങ്ങൾ അതാണ് ഇപ്പോൾ പോലീസും എക്സൈസും ആയിട്ട് ചേർന്ന് വളരെ ശക്തമായ ഒരു ഏകോപനവും പ്രവർത്തനവും. ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരു മീറ്റിംഗ് ആദ്യഘട്ടത്തിൽ കൂടാൻ പോവുകയാണ് കമ്മീഷണറൊക്കെ ആയിട്ട്. എന്നിട്ട് ഇതിനു മുമ്പ് ഒരിക്കൽ ഒരു പരിശ്രമം ഞങ്ങൾ നടത്തിയതാണ്. പക്ഷെ അതിങ്ങനെ തുടർച്ചയായി കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇനി തുടർച്ചയായി കൊണ്ടുപോയി കോർപ്പറേഷൻ്റെ കൂടി സഹകരണം ഈ ഒരു ഓപ്പറേഷന് കൊടുക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കൊച്ചി കേരളത്തിലെ ഏതൊരു നഗരത്തെക്കാട്ടിൽ കൂടുതലും വാഹനങ്ങളുള്ള വരുന്ന സ്ഥലമാണ്. ഒരു ഗതാഗത കുരുക്ക് കൊച്ചിയെ ശ്വാസം മുട്ടിക്കുകയല്ലേ? അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയാം. അതായത് ഇപ്പോൾ എൻ്റെ സ്കൂൾ കാലത്ത് ഉള്ള നോർത്ത് ഓവർ ബ്രിഡ്ജിൻ്റെ തിരക്ക്, സൗത്ത് ഓവർ ബ്രിഡ്ജിൻ്റെ തിരക്ക് എനിക്കറിയാം. ഞാൻ ഇപ്പോഴും പറയുന്നു, അതേ തിരക്ക് പല സമയത്ത് അതിനേക്കാൾ കുറഞ്ഞ തിരക്കേ അവിടെ ഉള്ളൂ. അത് ശരി. എന്താ കാര്യം എന്നറിയൂ? അതൊരു കാര്യം, അന്ന് ഇടക്കാലത്ത് GCD ചെയർമാനായിരുന്ന ശ്രീ K. ബാലേന്ദ്രൻ അദ്ദേഹം കലൂർ കടവന്ത റോഡ് എന്ന് പറയുന്ന റോഡ് 22 മീറ്റർ ആക്കി. സഹോദരൻ അയ്യപ്പൻ റോഡ് 22 മീറ്റർ ആയി. അന്ന് കോർപ്പറേഷനായിട്ട് സഹകരിച്ച് പുതിയൊരു റോഡ് സുഭാഷ് ചന്ദ്രബോസ് റോഡ് ഉണ്ടാക്കി. ഇതുകൂടാതെ സ്റ്റേഡിയത്തിലൊരു കളി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാൻ പറ്റിയ വിധത്തിൽ ഒരു സ്റ്റേഡിയം ലിങ്ക് റോഡ് ഉണ്ടാക്കി. ഇന്നും പണ്ടില്ലാതിരുന്നതാണ്. അപ്പോൾ ഇതൊരു വലിയ 5 കൊല്ലക്കാലത്തിനിടയിൽ കൊച്ചിയിൽ, എറണാകുളത്ത് നടന്ന റോഡ് നിർമ്മാണത്തിൻ്റെ ഒരുപക്ഷെ ഇന്ത്യയിൽ പോലും നടക്കാത്ത അത്രയും നടന്നു. ശ്രീ ബാലേന്ദ്രൻ്റെ പ്രത്യേകത 100 രൂപ പോലും ഗവൺമെൻറ് എക്സ്ചക്കറിൽ നിന്നും ചെലവഴിക്കാതെയാണ് ചെയ്തത്.
എല്ലാം സൗജന്യമായിരുന്നു. അതിന് വളരെ ഇന്നോവേറ്റീവായി അദ്ദേഹം ബിൽഡിംഗ് റൂൾസിൽ മാറ്റം വരുത്തിയിട്ടൊക്കെ, അത് സത്യം പറഞ്ഞൊരു തീസിസ് ചെയ്യേണ്ട കാര്യമാണ്. അത്രയും റോഡുകൾ ഉണ്ടാക്കി. 1. 2 മെട്രോ വന്നപ്പോൾ ഡോക്ടർ ഐസക്ക് രാജാജി റോട്ടിൽ നിന്നൊരു മേൽപ്പാലം, KSRTCയുടെ അടുത്ത് മേൽപ്പാലം വന്നു. നോർത്ത് ഓവർ ബ്രിഡ്ജ് വീതി വെപ്പിച്ചു. മെട്രോ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ മെട്രോ വന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മെട്രോയിൽ പലപ്പോഴും ഇരിക്കാൻ സീറ്റില്ല, പീക്ക് ടൈംസിൽ ഒട്ടുമില്ല. മെട്രോയുടെ അതിൻ്റെ ഒരു ഫുട് പ്രിൻസ് കൂടുകയാണ്, അതിലുള്ള ആളുകളുടെ ഉപയോഗം കൂടുകയാണ്. വാട്ടർ മെട്രോ വന്നു. അപ്പം ഇത്രയും ഇടപെടലുകൾ നടന്നിട്ടുള്ളൊരു നഗരം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നഗരത്തിൽ ഗതാഗതക്കുരുക്ക് വളരെ ഞാൻ പറയാം, എവിടെയാണ് ഗതാഗതക്കുരുക്ക് പ്രധാനമായുള്ളത്? നാഷണൽ ഹൈവേയിലാണ്. അതിന് കാരണം നാഷണൽ ഹൈവേയിൽ നമ്മൾ പാലാരിവട്ടം മേൽപ്പാലവും വൈറ്റിലെ മേൽപ്പാലവും പണിതെങ്കിലും പാലാരിവട്ടത്ത് വലിയ പ്രോബ്ലം ഇല്ല. വൈറ്റിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, മേൽപ്പാലം പണിതിട്ടും. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു പുതിയ സ്കീമായിട്ട് വന്നു. നമ്മുടെ കൊച്ചി തൊടാതെ മരടിൽ നിന്ന് ആരംഭിച്ച് അങ്കമാലിക്ക് പോകുന്ന പുതിയ നാഷണൽ ഹൈവേ വരികയാണ്. അപ്പോൾ ഇതിങ്ങനെ ഈസിയുള്ളൂ. പിന്നെ 2 അവരുടെ മറ്റൊരു പ്രോജക്റ്റാണ് ഒരു ഫ്ലൈ ഓവർ, എടപ്പള്ളിയെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ഫ്ലൈ ഓവർ. പക്ഷേ എൻ്റെ അഭിപ്രായം ഇതൊന്നുമല്ല. ഇതൊക്കെ നടക്കണം, ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കണം. ഒരു ശരിയായ നഗരം വാഹന തിരക്ക് കൊണ്ടല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ്. പൊതു ഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാകണമെന്ന് പറയുമ്പോൾ നമ്മൾ ആളുകളോട് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് ഉപയോഗിക്കാനുള്ള സൗകര്യം കൊടുക്കണം. അതിലൊരു ഏറ്റവും വലിയ ഗെയിം ചേഞ്ചറാണ് ഈ മെട്രോ. 2ാമത്തേതാണ് വാട്ടർ മെട്രോ. ഇനി ബസ്സും കൂടി നമ്മൾ അതേപോലെ കൊടുക്കാൻ നമുക്ക് കഴിയണം. പൊതുമേഖലയിൽ നിന്ന് ഇപ്പം പിന്മാറ്റം തുടങ്ങുന്ന ഒരു കാലം കൂടിയല്ലേ, അതൊക്കെ ചെയ്യാൻ പറ്റും. കാരണം പല സ്കീംസും കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ കൂടി ആലോചിച്ച് ബസ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ പലപ്പോഴും വരാറുണ്ട്. പിന്നെ നടക്കുക. ഇപ്പം ഞങ്ങൾ വാക്കബിൾ കൊച്ചി, നമ്മുടെ വീട്ടിൽ നിന്ന് നടന്നോ അല്ലെങ്കിൽ സൈക്ലിംഗ് ഇപ്പോൾ അവിടെ നിന്ന് ഒരു പർട്ടിക്കുലർ ഒരു പാത്ത് ഉണ്ടാക്കാനൊന്നും പറ്റുന്നില്ല. നമുക്ക് ലോക വികസനത്തിൽ 2 മാതൃകകളുണ്ട്. ഒന്ന് അമേരിക്കൻ മാതൃകയാണ്. അമേരിക്കൻ മാതൃകയാണ് എല്ലാവരും ഒരു കാറ് ഓടിച്ച് സിറ്റിയിലേക്ക് വരിക എന്നുള്ളത്. യൂറോപ്യൻ മാതൃകയുണ്ട്, അതാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പം ഞാൻ ഇക്ല എന്ന് പറഞ്ഞ സംഘടനയുടെ ഗവർണിംഗ് ബോഡിയിലുള്ള ഞങ്ങളുടെ പ്രസിഡന്റ് ഒരു ലേഡി, അവർ സ്വീഡനിലെ മേയറാണ്. അവരെന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഞെട്ടിപ്പോയി. നമുക്ക് സങ്കല്പിക്കാൻ പറ്റും, അവർ മിക്കവാറും ഓഫീസിൽ പോണത് കാർ ഉപയോഗിക്കേണ്ടി വന്ന ഒരു യൂബറാണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ പൊതു ഗതാഗത സംവിധാനത്തെ ആശ്രയിക്കുന്ന ഒരു നഗര സംസ്കാരം ഉയർത്തിക്കൊണ്ട് വരണം. ഒരു വീട്ടിൽ തന്നെ 3 കാറും 4 കാറും. അത് നമുക്ക് ഒന്ന് വല്ലാത്ത ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് അത് കാരണമാകും. 2 അത് സ്വാഭാവികമായും നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ വെള്ളപ്പൊക്കം, ദുരന്തങ്ങൾ, ഇതിലേക്കൊക്കെ നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഇപ്പോഴേ നമ്മളതിന് പ്ലാൻ ചെയ്യണം. ഞങ്ങളൊരു ലോക്കൽ ഏരിയ പ്ലാൻ ഞങ്ങൾ വൈറ്റിലേ തയ്യാറാക്കുന്നുണ്ട്. 4 ഡിവിഷനെ കണക്ട് ചെയ്ത് 1 കൊല്ലം കൊണ്ട്, 8 മാസം കൊണ്ട് തീർക്കും. ഇപ്പോൾ വിദേശത്തു നിന്നുള്ള പ്ലാനേഴ്സിനെ വരെ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം ഇതാണ്. അപ്പോൾ കൊച്ചിയെ നാളെ ഒരിക്കലും ഈ ഗതാഗതക്കുരുക്കുള്ളൊരു നഗരമായി കാണാനല്ല ഞാനെങ്കിലും ആഗ്രഹിക്കുന്നത്. ഗതാഗതക്കുരുക്കില്ലാത്ത, എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു നഗരമാക്കി. അപ്പോഴാണ് നമ്മുടെ നഗരം ഒരു എന്താ പറയുക, ഒരു ശാന്തസുന്ദരം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു നഗരമാണ്. കൊച്ചി പഴയ കൊച്ചി അല്ലാതാവും അല്ലേ? കൊച്ചിയിലെ പഴയ കൊച്ചിയുടെ നല്ല കാര്യങ്ങൾ നമുക്ക് തുടരണം, അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് മാറ്റും. ഇപ്പൊ താങ്കൾ മേയറായിരിക്കെ ചെയ്ത വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു സമൃദ്ധി. ഈ ഭക്ഷണം ചുരുങ്ങിയ വിലയ്ക്ക് കൊടുക്കുന്നത്, ആ ഒരു ആശയം എങ്ങനെ വന്നത്? ആശയം വന്നത് ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചു. സത്യത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേരളകൗമുദിക്ക് അതിലൊരു വലിയ പങ്കുണ്ട്. കാരണം നമ്മൾ സമൃദ്ധി ഇങ്ങനെ ആലോചിച്ച് ശരിയാക്കിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇടക്കാലത്ത് ഞാൻ ഒരു 20 രൂപ ഊണെന്നും പറഞ്ഞാൽ തുടങ്ങാൻ പോയത്. അപ്പോൾ കേരളകൗമുദിയുടെ റിപ്പോർട്ടിലായ പ്രസന്ന എന്നോടൊരു ചോദ്യം ചോദിച്ചു, മേരെ നിങ്ങൾ പറഞ്ഞിരുന്നത് 10 രൂപയാണ്, ഇപ്പം എങ്ങനെ 20 ആക്കണമെന്ന് ചോദിച്ചു. അതോടെ ഞാൻ പെട്ടുപോയി. ശരിക്കും പറഞ്ഞാൽ പെടുക എന്നൊക്കെ പറയില്ല, പെട്ടെന്നൊരു 10 രൂപ നമ്മൾ വിഡ്രോ ചെയ്യേണ്ടി വന്നു. ആ 10 രൂപ പിന്നെ നമ്മൾ ഇന്നോവേറ്റീവായിട്ട് എങ്ങനെ ചെയ്യും എന്നാലോചിച്ചു. അങ്ങനെയാണ് കുടുംബശ്രീയുടെ ഒരു ഇനീഷ്യേറ്റീവായിട്ട് തുടങ്ങി. കോർപ്പറേഷൻ വേണ്ട, കോർപ്പറേഷൻ്റെ കാർഡ് പിടിച്ച് എല്ലാവരും ഉപേക്ഷിച്ച കെട്ടിടത്തെ ഞങ്ങൾ മനോഹരമാക്കി. പ്രേരണ ഡോക്ടർ ഐസക്കിൻ്റെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞങ്ങളായിട്ട് സഹകരിച്ച SCMS ഉണ്ട്, SCMSനെ എൻ്റെ ഹെൽപ്പ് എടുത്തു. അവരുടെ ഈ എൻജിനീയേഴ്സിനെയും അധ്യാപകരെയും കുട്ടികളെയൊക്കെ കൂടി ഞാൻ ഈ പറഞ്ഞ ഡോക്ടർ ഐസക്കിൻ്റെ ഹോട്ടലിലും വിട്ടു,
സഖാവ് AC മൊയ്തീൻ ആ ഒരു ഹോട്ടല് കുന്നംകുളത്ത് ഒരു ജനകീയ ഹോട്ടൽ ഉണ്ടായിരുന്നു, അവിടെ വെട്ടൂർ പറഞ്ഞു കുന്നംകുളമാണ് നല്ല മാതൃക എന്ന് പറഞ്ഞു. ശരിക്കും SCMSകാർ 1 ലക്ഷം രൂപ വന്നിട്ട് ഞാൻ മേയറായതുകൊണ്ട് അതിന്റെ ഓണറായിട്ടുള്ള പ്രമോദന്റെ പഴയ സീനിയറാണ് സ്കൂളിലെ, അപ്പോൾ ഫുഡ് കൂപ്പൺ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു. ഞാൻ അതിൽ നിന്ന് മാറ്റിയതാണ്, കാരണം അത് അവിടെ അവസാനിക്കും, അദ്ദേഹത്തിന്റെ 1 ലക്ഷം രൂപയിൽ അവസാനിക്കും. ഇതിപ്പോ സ്ഥിരം സംവിധാനമായി. നമ്മൾ അതിൽ ഒരു CSR കൊണ്ടുവന്നു, നമ്മൾ വളരെ മനോഹരമായി ആ ഹോട്ടലിനെ മാറ്റി. ഞാൻ ആദ്യം എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്? അല്ല, അവിടെ മാത്രമേ ഉള്ളൂ, അവിടെ മാത്രമേ ഉള്ളൂ ഉച്ചക്ക്. ആ ഒരു നേരം ഞങ്ങള് 10 രൂപയ്ക്ക് തന്നെ അതോ ഇപ്പൊ 20 ആയല്ലോ ഇപ്പൊ, കാരണം ജനകീയ ഹോട്ടലിലെ സബ്സിഡി ഗവൺമെന്റ് വിഡ്രോ ചെയ്തപ്പോ 20 ആയി. അതായത് 10 രൂപ ഗവൺമെന്റിന്റെ സബ്സിഡിയും 10 രൂപ ഞങ്ങളുടെ സബ്സിഡിയും. പക്ഷെ ഞങ്ങൾ 1 രൂപ പോലും കോർപ്പറേഷൻ ഫണ്ടിൽ നിന്ന് ഇതുവരെ ചെലവാക്കിയിട്ടില്ല. ഷീ ലോഡ്ജിന്റെ പ്രവർത്തനം, ഷീ ലോഡ്ജ് ഇതുപോലെ തന്നെ വളരെ വലിയ ഹിറ്റാണ്. കാരണം ഈ പറഞ്ഞ പോലെ 100 രൂപയ്ക്ക് അവിടെ കിടക്കാം. അവിടെ മിക്കവാറും ബുക്കിംഗ് എപ്പോഴും വരുന്നത്. അതിലൊറ്റ കാര്യം ഞാൻ ശ്രദ്ധിച്ചുള്ളൂ, പല ആളുകളും വിളിക്കും കേരളത്തിൽ നിന്ന്, പാർട്ടിയുടെ നേതാക്കന്മാർ പരിചയക്കാരൊക്കെ അവിടെ ഞാൻ ഒരു കാര്യം അതിൽ ഇടപെട്ടിട്ടില്ല, സമൃദ്ധിയിലും ഇടപെട്ടിട്ടില്ല. കാരണം നമ്മൾ മേയർ എന്നുള്ള നിലയിൽ ഇതൊക്കെ ചെന്ന് തലയിടാൻ പോയാൽ അതിൻ്റെ ഒരു വർക്കിൻ്റെ അതിൻ്റെ ഒരു സ്റ്റൈല് മാറും. അപ്പോൾ അതെല്ലാം സ്വതന്ത്രമായി അവർക്ക് തന്നെ വിട്ടുകൊടുത്ത്, കുടുംബശ്രീ നമ്മുടെ ഒരു ശക്തിയാണല്ലോ, കേരളത്തിൻ്റെ ഒരു ശക്തിയാണ്. ആ കുടുംബശ്രീയെ നല്ല ഒരു നിക്ഷേപകരൂടിയാക്കി മാറ്റണം, ബിസിനസ്സുകാരും ഓണ്ടർപ്രണേഴ്സായിട്ട് മാറ്റണം എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം. ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തനങ്ങളും ഈ കാലയളവിൽ നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിരുന്ന് സംസാരിക്കുന്ന സ്ഥലം അത് ജി സ്മാരക മന്ദിരമാണ്, വളരെ ആകർഷകമായി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ ചില പ്രൊജക്റ്റുകളും വരുന്നു. ഈ ഒരു ജി സ്മാരകം നിർമ്മിക്കാനുള്ളൊരു പ്രേരണ എങ്ങനെയാണ്? അതെന്ന് വെച്ചാൽ മഹാകവിജിയുടെ പേരക്കുട്ടി, ഞാൻ കൗൺസിലറായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭരണം പോയി, കോൺഗ്രസിന്റെ ഭരണം, ടോണി ചമ്മണി മേയർ, ഭദ്ര ഡെപ്യൂട്ടി മേയറായിട്ട് വന്നു. അവർ ഡെപ്യൂട്ടി മേയർ ആയതുകൊണ്ട് ആ കമ്മിറ്റിയാണ് ഞാൻ സാറിന്റെ ഫിനാൻസ് കമ്മിറ്റിയിൽ ഇരുന്നത്. അപ്പോൾ അവരുടെ ഒരു വലിയ വിഷമം എപ്പോഴും ഇങ്ങനെ പറയും, അവർ കുറെ ശ്രമിച്ചു പക്ഷെ ഒന്നും ആ കാലത്ത് നടന്നില്ല. ശ്രീ ദിനേശ് മണി മേയറായിരുന്നപ്പോൾ ശ്രീ AK ആന്റണിയാണ് അന്ന് ആദ്യം 1 ഏക്കർ കൊടുത്തു. അവസാനം വന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അവസാനം തീർപ്പ് ഏൽപ്പിച്ച് അപ്പോഴാണ് ഓർഡറാക്കിയിട്ട് തന്നത്. 25 സെന്റ് സ്ഥലം കൊടുത്തു. ശ്രീമതി സൗമിനി ജെയിൻ മേയറായിരുന്നു. അപ്പോൾ ആ ജോലിയൊന്നും നടന്നില്ല. അങ്ങനെ വന്നപ്പോൾ എനിക്കിതൊരു വാശിയായിട്ട് ഞാൻ തുടക്കത്തിൽ എടുത്തു. ഞാൻ മാധ്യമങ്ങൾ, നേരത്തെ ഹൈക്കോടതിയുടെ കാര്യം പറഞ്ഞ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രഷർ, ചില സമയത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ പ്രഷർ. ഇത് ഒരു മാധ്യമ സ്ഥാപനമാണ്, അത് എന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ജി സ്മാരകം പടിയില്ലെന്ന് വെച്ചപ്പോൾ യെസ്. അപ്പം ഞാൻ ധരിച്ചത് ഇവിടെ സ്ഥലം ശരി, ആ പണ്ട് മുതലേ ശ്രീ ദിനേശ് മണിയുടെ ഒരു ആശയം വരുന്നു, ഞാൻ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. എൻ്റെ വിചാരം സ്ഥലമുണ്ട് വഴിയുണ്ടെന്നാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്ഥലമില്ല വഴിയില്ല. വഴിയുണ്ടാക്കി GCയുടെ സഹകരണത്തോടെ സ്ഥലം ഞാൻ അതിൻ്റെ പിന്നാലെ നടന്ന് സ്ഥലം വളർന്ന് 25 സെന്റ് തട്ടപ്പെടുത്തി ഏറ്റവും നല്ല ഒരു ഡിസൈൻ, ഇത്ര മനോഹരമായ ഒരു ഡിസൈൻ. മഹാകവി ജിക്ക് ഒരുപക്ഷെ ഓടക്കുഴൽ അവാർഡ് ജേതാവിനെ നമ്മൾ നഗരത്തിൽ ആദരിക്കുന്നത് പോലെ തന്നെ ഇതായി. ഇവിടെ ഒന്ന് ബ്ലസ്സി മനോഹരമായ ഫിലിം മേക്കറാണല്ലോ, അദ്ദേഹം ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞതാണ്, എനിക്ക് കിട്ടിയ ഒരു വലിയ സർട്ടിഫിക്കറ്റ്. അദ്ദേഹം പറഞ്ഞ്, മേയർ ഒരിക്കലും ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ 3rd ടയറിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ സങ്കല്പിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ ഒരു ഫിലിം മേക്കർ പറയുമ്പോൾ, അതും ഒരു ഹിറ്റ് ഫിലിം മേക്കർ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഡാൻസ് ഫെസ്റ്റ് എല്ലാ വർഷവും, ഇപ്പം 3ാമത്തെ വർഷം ഞങ്ങൾ നടത്താൻ പോവുക. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ നർത്തകികളും നർത്തകരുമാണ് വന്ന് ഡാൻസ് ചെയ്തത്. ടൗൺ ഹാള് നൃത്തത്തിന്റെ വേദിയാക്കി നമ്മൾ മാറ്റി. ഇനി ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഈ വർഷം അവസാനം മുതൽ നമ്മളൊരു മാധ്യമ സ്ഥാപനവുമായിട്ട് ചേർന്ന് ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ ലിറ്ററി ഫെസ്റ്റ് കൊച്ചിയുടെ ആരംഭിക്കുകയാണ്. ആർട്ട് സ്പേസ് കൊച്ചി എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ശ്രീ ജയസൂരിയാണ് എന്നോട് പറയണത്. മേയറെ, കോവിഡ് കാലത്ത് കലാകാരന്മാരൊക്കെ ഇങ്ങനെ ഇതായിട്ടിരിക്കുക, മേയർ ഒരു സഹൃദയനായ ആളാണ്, അവർക്ക് എന്തെങ്കിലും ഒരു അവസരം കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ ജയസൂരി ഒരു ഗിറ്റാർ വായിച്ചു തുടങ്ങിയതാണ് ഞങ്ങളുടെ ആർട്ട് സ്പേസ് കൊച്ചി. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിട്ട് നടത്തി. കിഫ്ബിയുടെ സഹായത്തോടെ എന്തോ പുതിയൊരു പദ്ധതി, കിഫ്ബിയുടെ സഹായത്തോടുകൂടി വരുന്നത് ഞങ്ങൾ ഗവൺമെന്റ് തീരുമാനിച്ചു, കൊല്ലത്തെ സാംസ്കാരിക കേന്ദ്രത്തിന് ശേഷം മറ്റത് എല്ലാ ജില്ലയിലും ഒരു സാംസ്കാരിക വേണ്ടെന്ന് തീരുമാനിച്ചു. കൊല്ലത്ത് ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം. അപ്പോൾ അത് ഭയങ്കര വലുതുമാണ്. അപ്പോൾ പിന്നെ ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്ന് വേണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, എന്നെയും കൂടി താല്പര്യം അതിലുണ്ട് എന്ന് ഉറപ്പാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയോട് പ്രഭാത ഭക്ഷണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു സാംസ്കാരിക കേന്ദ്രം കൊച്ചിയിൽ വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് ഒരു സഹായമായി. നേരത്തെ പറഞ്ഞ കുറച്ചൊരു സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും ഒരു വാത്സല്യം കാണിക്കുന്ന ശ്രീ KN ബാലഗോപാൽ തൊട്ടടുത്ത ബഡ്ജറ്റിൽ അത് പ്രഖ്യാപിച്ചു.
ഇപ്പോൾ ശ്രീ കെ എം എബ്രഹാമിൻ്റെ സഹായത്തോടെ കച്ചേരിപ്പടിയിലുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ ഏതാണ്ട് ഒരു 10 കോടി രൂപ ചെലവഴിച്ച് ഗവൺമെൻറ് കിഫ്ബിയിൽ നമ്മളൊരു ഇത് ചെയ്യുകയാണ്. 2 ഞങ്ങൾ പള്ളുരുത്തിയിൽ അർജുൻ മാഷിൻ്റെ നാമധേയത്തിലൊരു ഗ്രൗണ്ട് ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരു എല്ലാ ഡിസൈനുമായി 7-7.5 കോടി രൂപയിൽ അവിടെ ഒരു നല്ല മനോഹരമായ സാംസ്കാരിക ഈ ഇത്തരം മേഖലകളിലൂടെ ഒരു പ്രത്യേക താല്പര്യമുള്ള ആളാണ് അല്ലേ? ഉണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് ആകുന്നത് തന്നെ അങ്ങനെയാണല്ലോ. ഇപ്പം ഞാൻ കേട്ടിട്ടുള്ള KPSCയുടെ നാടകഗാനത്തിലെ പാട്ട് ഞാൻ എപ്പോഴും ആലോചിക്കും, എത്ര ഹൃദയ സ്പർശിയായ സുലോചന പാടുന്നുണ്ടല്ലോ, പാവങ്ങളാണേലും ഞങ്ങൾ പായസച്ചോറ് തരാം എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ മറ്റൊരുപാട് പാട്ടുകളുണ്ടെങ്കിലും ഈ പാട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രയോ സഹായിച്ചു. KS ജോർജിൻ്റെ പാട്ട്, തോപ്പിൽ വാസി, പിന്നെ ഞാൻ പണ്ട് ഈ തോപ്പിൽ വാസിയുടെ ഒളിവിലെ ഓർമ്മകൾക്ക് ശേഷം ഇതൊക്കെ കണ്ടശ പ്രസിദ്ധീകരിക്കുമായിരുന്നല്ലോ അന്ന്. അങ്ങനെയുള്ള വാരികൾ അച്ഛൻ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയാലും വലിയ പങ്കുവച്ച ആളാണ്. അപ്പൊ അച്ഛൻ അതൊക്കെ ഇങ്ങനെ എനിക്ക് മാർക്ക് ചെയ്ത് കുട്ടിയായിരിക്കുമ്പോൾ തരുമായിരുന്നു. ഞാൻ രാഷ്ട്രീയമില്ലാത്തൊരു സ്കൂളിലാണ് പഠിച്ചത്. അച്ഛൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ജോലി ഉണ്ടായി. ഞാൻ കുറച്ച് ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേരമൊന്നുമില്ലായിരുന്നു. പക്ഷെ അച്ഛൻ ഒരു വലിയ ഒരു വായനക്കാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വലിയ എന്താ പറയുക, ഒരു ഫാൻറ്റസി പോലെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ അടുത്താണല്ലോ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം. ഇടപ്പള്ളി ഞങ്ങളുടെ അടുത്താണ്. KN രവീന്ദ്രനാഥ് ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്താണ്. അച്ഛന് വലിയ പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ഈ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും അപ്പോൾ അച്ഛനോട് പറയുന്നൊരു വാചകമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ വിമർശിച്ച പാർലമെന്റേറിയൻ മിനു മസാനിയാണ്. അപ്പോൾ അദ്ദേഹം AKG ഒക്കെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം, 50 വയസ്സ് വരെ കമ്മ്യൂണിസം പറയാത്തവന് ഹൃദയമില്ലെന്നും, രണ്ടാമതൊരു ഭാഗമുണ്ട് 50 വയസ്സ് കഴിഞ്ഞ് കമ്മ്യൂണിസം പറയുന്നവന് ബുദ്ധിയില്ലെന്നും ഞാൻ പറയുന്നു എന്ന് മിനു മസാനിയുടെ ക്രിറ്റിസിസം ഉണ്ട്. അപ്പോഴും അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ 50 വയസ്സ് വരെ മിനു മസാനിയെ പോലെ ഒരു സ്റ്റോഞ്ച് ആൻറ്റി കമ്മ്യൂണിസ്റ്റ് പോലും പാർലമെന്റിൽ പറയുന്നു, 50 വയസ്സ് വരെ കമ്മ്യൂണിസം പറയാത്തവന് ഹൃദയമില്ലായിരുന്നു. ഹൃദയമുള്ളൊരു മനുഷ്യന് കമ്മ്യൂണിസ്റ്റ് ആവാതിരിക്കാൻ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കഴിയില്ല. പിന്നെ എന്താ സംശയം? ഇത്തവണത്തെ കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം താങ്കളെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. അതിലെന്തായാലും അഭിനന്ദനങ്ങൾ. നന്ദി. എന്ത് തോന്നുന്നു? അല്ല, എനിക്ക് വളരെ അവിശ്വസനീയമായിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ മാധ്യമ ചർച്ചകളിലൊന്നും അങ്ങനെയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പാർട്ടി ഘടകത്തിലേക്കും ഞാൻ ഒരാളോടും സംസാരിച്ചിട്ടില്ല. മേയറാവുമ്പോഴും സംസാരിച്ചിട്ടില്ല. ഞാൻ സിൻഡിക്കേറ്റ് മെമ്പർ ആവുമ്പോഴും സംസാരിച്ചിട്ടില്ല. ഇതൊക്കെ ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എല്ലാം ചില പ്രത്യേക സമയത്ത്, എന്നാൽ ചില സമയത്ത് നമ്മളെ എന്നെ ചുമതല ഏൽപ്പിക്കും എന്ന് വിചാരിക്കുമ്പോൾ ഏൽപ്പിക്കാറില്ല. അപ്പം നമുക്ക് ചില സമയത്ത് തോന്നും, ഇതെന്താ പാർട്ടി ഇങ്ങനെ നമ്മൾ ഇത്രയും യോഗ്യനായിട്ട് നമുക്ക് സ്വയം നമ്മളെല്ലാവരും യോഗ്യന്മാരാണല്ലോ. പക്ഷെ ചില പ്രത്യേക സമയത്ത് പാർട്ടി തീരുമാനിക്കും. അപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് ഞാനും അവിടെ ഇരുന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും, എറണാകുളം ജില്ലയിലും ഒക്കെ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത പോലെയാണ് ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാകുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെയൊക്കെ ജില്ലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ പാർലമെൻ്ററി രംഗത്ത് പിന്നിലാണെങ്കിലും നല്ല ഉശീരന്മാരായ കേഡർമാരുള്ള ജില്ലയാണ്. എന്നെക്കാളൊക്കെ ഒരുപാട് സീനിയറായ, ഒരുപാട് സംഭാവനകൾ പാർട്ടിക്ക് കൊടുത്ത ആളുകളൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും പാർട്ടിയിൽ കണ്ടു കാണും എന്നെ മേയറാക്കുന്ന അംഗീകാരമായിട്ട് കാണാമല്ലോ. പ്രവർത്തനത്തിന്റെ അംഗീകാരമായി ഒരാളെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കില്ല. ഞാൻ കാണുന്നത് മറ്റെന്തെങ്കിലും പാർട്ടി എന്നെ ഒരു ഉപയോഗിച്ചുകൊണ്ട്, എന്നെ ഏൽപ്പിച്ചുകൊണ്ട്, എനിക്ക് ചുമതല തന്നുകൊണ്ട് പാർട്ടി വർക്കിൽ കുറച്ചുകൂടി കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന ഒരു പരിശോധനയുടെ ഭാഗമായിട്ടായിരിക്കുമല്ലോ. അത് ഞാൻ ആത്മാർത്ഥമായി നിർവഹിക്കും. ഇനിയിപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിന് അധികം നാളില്ല, അടുത്ത വർഷം തെരഞ്ഞെടുപ്പാണ്. അന്നേരം പാർട്ടിയുടെ ഒരു സാധ്യത എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, ഞാൻ കാണുന്ന ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തു നിന്ന് പലപ്പോഴും വീക്ഷിക്കുന്ന പോലെ അല്ല വോട്ട് വന്നത്. അപ്പോൾ അതാണല്ലോ ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്, 2020 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. ഞാൻ 2020 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട ചില ആളുകൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത്, ഈ സമയത്ത് വേണം ഈ പരിപാടിക്ക് നിൽക്കണം, നിങ്ങൾ ഇത്രയും കാലം കൗൺസിലറായി, ഇപ്പൊ മത്സരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, സ്വർണ്ണ കള്ളക്കടത്ത്, നിങ്ങളെല്ലാം കുഴപ്പത്തിലാണ്, എന്തിനാണ് നിങ്ങൾ മത്സരിച്ചതെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എന്നെ പാർട്ടി തീരുമാനിച്ചാൽ എനിക്ക് മത്സരിക്കേണ്ടി വരും നമ്മളെ. പക്ഷെ ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് കേരളത്തിന്റെ ദിശ മാറ്റാൻ തുടങ്ങിയത്. അതിന് ശേഷം പിന്നെ ചില കാര്യങ്ങൾ, കോവിഡ് പ്രതിസന്ധികൾ വന്നു. അപ്പം ഞാൻ പറയുന്നത്, പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ. CPIMന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, എനിക്കിപ്പോഴും എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, ഞാൻ പ്രതിനിധി ആയതുകൊണ്ട്, അകത്ത് നടക്കുന്ന ചർച്ചയുടെ അകത്തുനിന്ന് ചില സമയത്ത് തെറ്റും പൊടിപ്പും തങ്ങലും വെച്ച് കിട്ടുന്ന വാർത്തകൾ
ഇതാണ് മാധ്യമങ്ങളുടെ വാർത്തയുടെ സ്രോതസ്. ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ലല്ലേ? അല്ല, അങ്ങനെ ഞാൻ പറയില്ല. അങ്ങനെയൊന്നും ഞാൻ അങ്ങനത്തെ വാചകമൊന്നും ഉപയോഗിക്കാൻ ഞാൻ ആളല്ല. ഞാൻ അതിനുള്ള വലിപ്പമൊന്നുമുള്ള ആളല്ല. പക്ഷെ മാധ്യമ വാർത്തകൾക്ക് എപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു അതിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ ശരിയുണ്ടാകാം, ചില സമയത്ത് തെറ്റും ഉണ്ടാകാം. അപ്പോൾ ഞാൻ കാണുന്നൊരു കാര്യം, CPM-ന്റെ പ്രത്യേകത അതിൻ്റെ സംഘടനയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ എന്തൊക്കെ പറഞ്ഞാലും നേർക്ക് നേർന്ന് ഇരുന്നുള്ള വിമർശനങ്ങളുണ്ട്. അതിൽ ജനങ്ങളുടെ പല അഭിപ്രായങ്ങളും പ്രതിഫലിക്കുന്നുണ്ട് പാർട്ടി സംഘടനയിൽ. അപ്പോൾ ഇപ്പം ഞാൻ പറയാം, ഇന്നലെ ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ പോയത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം, കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യാനല്ലേ. വേറെ ഏത് പാർട്ടിയിൽ നിങ്ങൾ 3 കൊല്ലത്തേക്കുള്ള CPIM ഒരു പാർട്ടി എന്ത് ഇന്ത്യയിൽ ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ബ്രാഞ്ച് മുതൽ മുയൽത്തട്ട് വരെ എല്ലാവർക്കും അഭിപ്രായം പറയാൻ പറ്റുന്ന വേറെ ഏത് പാർട്ടിയുണ്ട്? അത് ഇരുന്ന് നിശബ്ദമായി കേൾക്കുന്ന ലീഡർഷിപ്പ് വേറെ എവിടെയുണ്ട്? ഇനി ഇപ്പോൾ ഉള്ള ഈ ചുരുങ്ങിയ കാലയളവിൽ അടിയന്തരമായിട്ട് ചെയ്ത് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്താണ് പദ്ധതി? അല്ല, ഒന്ന് ഞങ്ങളുടെ കോർപ്പറേഷൻ ഓഫീസ് നിർമ്മാണം പൂർത്തീകരിക്കാം. നീണ്ടുപോകല്ലേ ഇതെല്ലാം ഈ പറഞ്ഞ ഈ ജി സ്മാരകം പോലെ ഇതിനെല്ലാം 25 കൊല്ലത്തെ ചരിത്രമുണ്ട്. 4 നൂറ്റാണ്ടിന്റെ ബാക്കിലാണ് നമ്മൾ. പക്ഷെ നമ്മൾ വളരെ വേഗതയിലാക്കിയിട്ടുണ്ട്. അതിപ്പോൾ മേയർ എന്നുള്ള നിലയിൽ ഇലക്ഷനോ ഒന്നുമല്ല, നമ്മൾ ചെയ്ത് തീർക്കേണ്ട ചില അടിസ്ഥാനപരമായ കാര്യമാണ്. എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്ന മറ്റൊരു പ്രോജക്റ്റ് ഉണ്ട്. അത് 200 വീട് വെച്ചുള്ള 400 വീട് കൊടുക്കുന്ന ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് സ്ലം റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ്. നിങ്ങളതൊന്നും കാണണം. അതായത് അതിൻ്റെ 13 നിലയുള്ള 2 ഫ്ലാറ്റാണ്. സാധാരണ നമ്മൾ ഫ്ലാറ്റ് എന്ന് പറയുന്നത് എന്തെന്നാ, നമ്മുടെ ഒരു വലിയ സമ്പന്നര് താമസിക്കണല്ലേ. ഇത് നിങ്ങൾ ഫോർട്ട് കൊച്ചിയിലാണ്, തുരുത്തിയിലാണ്. അതിൻ്റെ 13ാം നിലയിൽ ലിഫ്റ്റ് ഉണ്ട്. ഫ്ലാറ്റിന് ലിഫ്റ്റ് ഉണ്ട്. അവിടെ താമസിക്കുന്നവർക്ക് ലിഫ്റ്റ് ഉണ്ട്. 13ാം നില വേണ്ട. നിങ്ങൾ എൻ്റെ ഇപ്പുറത്ത് ഈ തുരുത്തിയിൽ ഇപ്പുറത്ത് ഞങ്ങളുടെ രാമേശ്വരം ബൗണ്ടറി കനാൽ വന്ന് തീരുന്ന സ്ഥലമുണ്ട് കടലിലേക്ക്. അപ്പോൾ അവിടെ നിന്നാൽ നമുക്ക് കപ്പൽ കാണാം. ഒരു 6ാം നില മുതൽ ആ സൈഡിലേക്ക് മറ്റേ ജനൽ തുറന്നിരുന്ന ആളുകൾക്ക് ഈ കപ്പൽ കാണാം. പൂർത്തിയായ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഏപ്രിലിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഡേറ്റ് വാങ്ങിക്കുന്നത്. 400 കുടുംബങ്ങൾക്ക് 400 കുഞ്ഞു വീടാണ്. അതായത് നമ്മുടെ ഒരു ബെഡ്റൂം, ഒരു പൊതുമുറി, ഒരു കിച്ചൺ, ഒരു നമ്മുടെ എന്താണ് ടോയ്ലറ്റ്, ഇത്രയൊക്കെ ഉള്ളൂ. 1-2 ടോയ്ലറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയ വീട്, പക്ഷെ മനോഹരമായ വീടുകളാണ്. പാവപ്പെട്ട മനുഷ്യർക്ക് അന്തസ്സോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൗജന്യമായിട്ട് അവിടെ ചേരിയിലുണ്ടായിരുന്ന ആളുകളെ മാറ്റിയിട്ട് ഇതിലേക്ക് മാറ്റുന്നതാണ്. താങ്കളുടെ ഈ ഒരു കാലയളവ് പൂർത്തിയാകുമ്പോൾ ഏറ്റവും വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞൊരു കാലത്ത് ചെയ്യാൻ പറ്റിയിരുന്നു. ബ്രഹ്മപുരത്തിൻ്റെ കാര്യമാണെങ്കിലും, ഇപ്പോൾ ഈ കൾച്ചറൽ ഇതാണെങ്കിലും, വെള്ളക്കെട്ടാണെങ്കിലും അങ്ങനെ. പക്ഷേ താങ്കൾ ഏറ്റവും താങ്കൾ സ്വയം കരുതുന്ന ഈ ഒരു പീരീഡിലെ പ്രവർത്തനത്തിൽ ഏതാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്? എനിക്കിപ്പോഴും നമ്പർ 1 ആയിട്ട് തോന്നുന്നത് സമൃദ്ധിയാണ്. വേറൊന്നും കൊണ്ടല്ല. ആളുകൾ ചിലപ്പോൾ തള്ളിക്കളിയും ഇയാൾ ഇതാണ് എത്ര വലിയ കാര്യം. പക്ഷെ എനിക്ക് അതെന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പം അവിടെ ഒരു 1ാമത്തെ വാർഷികം കഴിഞ്ഞിട്ട് എല്ലാ വാർഷികത്തിനും ഞാൻ ചെല്ലുമ്പോൾ വാവച്ചൻ എന്ന് പറഞ്ഞൊരു ഒരു ആളുണ്ട്. എനിക്കിപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് സ്വയം ഒരു വല്ലാതെ തോന്നും. അപ്പം അദ്ദേഹം, ഞാൻ ഈ മിക്കവാറും സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം വന്ന് എന്നെ കെട്ടിപ്പിടിക്കും. ഈ വൃദ്ധനായ മനുഷ്യനാണ്. എന്നിട്ട് എന്നോട് പറയും, സാർ ഞാൻ കഴിഞ്ഞ ഇപ്പം 3ാമത്തെ വാർഷികത്തിന് ഞാൻ പോയി പറഞ്ഞു, ഞാൻ 3 കൊല്ലമായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ നിന്നാണ്. ഞാൻ രാവിലെ വരും, എന്തെങ്കിലും കഴിക്കും. എൻ്റെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കുള്ള പാഴ്സലും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ സമൃദ്ധി ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ പട്ടിണിയില്ല, എനിക്ക് പൈസയില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് പറ്റുന്നുമില്ല. സാറുള്ളത് കൊണ്ടാണ് ഞങ്ങൾ 2 പേരും ഇത്രയും കാലം ജീവിച്ചതെന്ന് പറയും. അപ്പോൾ അത് നമുക്ക് മറക്കാനാവാത്തൊരു കാര്യമാണ്. മറ്റൊന്ന്, നിങ്ങൾ എൻ്റെ ഒപ്പം വന്നാൽ സമൃദ്ധിയിൽ വന്ന വേറൊരു രംഗം നിങ്ങൾക്ക് കാണാം. ഈ ഭക്ഷണം കഴിക്കണവരെയല്ല, ആ സ്ത്രീകളെല്ലാവരും കൂടി ഓടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ അടുപ്പ് പുകയുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. അപ്പം നമ്മൾ ചിലപ്പോൾ മേയർഷിപ്പ് കഴിഞ്ഞ് പോവുമായിരിക്കും, പക്ഷെ ഒരു 80-90 സ്ത്രീകൾക്ക് അവിടെ ജോലിയുണ്ട്. 92 സ്ത്രീകൾക്ക്. അപ്പോൾ അവരുടെ കുട്ടികളുടെ പഠനം ഞാൻ അങ്ങനെ ആലോചിക്കും. നമ്മളിപ്പോൾ ബ്രഹ്മപുരം ചെയ്യുന്നു, കത്ത് പിടിച്ചു, അത് മറികടന്നു എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണെങ്കിലും ഇത്രയും സ്ത്രീകൾക്ക് ഒരു അവർക്കും നമ്മൾ നാട്ടുകാർക്ക് അന്നം കൊടുക്കുന്ന മാത്രമല്ല,
അവർക്കും അവരുടെ കുട്ടികൾക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു, അവർക്ക് ജീവിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മനുഷ്യരുടെ ജീവിതത്തെ ഒരുപാട് സ്പർശിച്ച ഒരു കാര്യമാണ്. കുടുംബം വീട്ടിൽ മട്ടുപ്പാവിൽ കൃഷിയൊക്കെ നടത്തുന്നുണ്ട്. ഭാര്യ എൻ്റെ ഇപ്പം ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം ഈ കുടുംബമുണ്ട്. കാരണം ഭാര്യ വീട്ടമ്മയാണോ? ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട്. അയാളൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ, സ്മിത എന്ന പേര്, അയാൾ കോപ്പറേറ്റീവ് ബാങ്ക് ജീവനക്കാരിയാണ്. പക്ഷെ നിങ്ങൾ ചില സമയത്ത് വിവാദമായിക്കൊണ്ടിരുന്ന നിയമനങ്ങളൊന്നുമല്ല. അയാൾ പരീക്ഷ എഴുതി, ആ ബോർഡ് പരീക്ഷ എഴുതി, ക്ലറിക്കൽ പറയുമ്പോൾ തന്നെ അത് പറയണമല്ലോ, ആദ്യം ക്ലറിക്കൽ പരീക്ഷ എഴുതി പാസ്സായതാണ്. പിന്നെ എനിക്ക് അച്ഛൻ ഇങ്ങനെ കുറച്ച് സൗകര്യം ചെയ്തു തന്നുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വാടക കിട്ടും. പിന്നെ ഞാൻ നേരത്തെ ഞാൻ ഒരു ദിവസം എൻ്റെ പോളിസി, ഒരു ദിവസം ഒരു അസംഘടിത മേഖലയിലെ തൊഴിലാളിയുടെ അത്രയും വരുമാനം കിട്ടണമെന്ന്. അങ്ങനെയാണ് പാർട്ടി പ്രിൻസിപ്പിൾ. ഞാൻ അലവൻസ് അന്നൊന്നും വാങ്ങിയിരുന്നില്ല. ഇപ്പോൾ ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ലീഗൽ അഡ്വൈസ് ഒക്കെ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പോയിരുന്നത്. മക്കള് 2 പെൺകുട്ടികളാണ്. മൂത്താള് ശ്രുതി, അയാൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഇന്റർ കഴിഞ്ഞു. അയാൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്റർ പാസ്സായി. അയാൾക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി, ഡെലോയിറ്റിൽ പോയി. ഞാൻ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു, കാരണം അയാൾ ഫൈനൽ ചെയ്യട്ടെ എന്ന് വെച്ചു. അയാള് 100 രൂപ, ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് 100 രൂപ കൊടുത്താൽ 10 രൂപ എടുത്തിട്ട് 90 രൂപ തിരിച്ചുകൊണ്ട് തന്നെ മോളാണ്. ഇന്നത്തെ കാലത്ത് ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു മോളെ കിട്ടുക എന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയ കാര്യമാണ്. ചെറിയ ആള് 12ാം ക്ലാസ്സിലാണ്, വിദ്യാർത്ഥിനിയാണ്. അയാൾ ഈ പറഞ്ഞ മാസ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ഇങ്ങനത്തെ ഇതല്ല, ഈ കുട്ടികൾക്ക് ഇപ്പൊ ഈ എന്താണ് ഈവന്റ് മാനേജ്മെന്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അയാൾ അതിൽ പോകും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവരുടെ ഒന്നും വ്യക്തിപരമായ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോകാറില്ല. അവരെന്തേലും ഇടപെടാൻ വരാറില്ല. അവരൊരിക്കലും എന്നോട് ചോദിക്കാറില്ല, അച്ഛനിപ്പോൾ പാർട്ടിയിൽ എന്താ സ്ഥാനം, നാളെ എന്ത് സ്ഥാനം കിട്ടും, നാളെ അച്ഛൻ്റെ മേയർഷിപ്പ് എന്ന് തീരും, നാളെ വല്ലതും ആവൂ എന്ന് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കില്ല. അതൊരു വളരെ മിനിമം ഒരു പൊതുപ്രവർത്തകന്, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഉണ്ടാവേണ്ട ഒരു മിനിമം ഗ്യാരണ്ടിയാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ളൊരു പിന്തുണ. ആ പിന്തുണ കിട്ടുന്നുണ്ട്. ആ കൊടുക്കുന്ന തരുന്ന പിന്തുണയ്ക്ക് അനുസരിച്ച് ഞാൻ അവർക്ക് തിരിച്ചൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത ഉള്ളൂ. നേരത്തെ പറഞ്ഞ മട്ടുപ്പാവ് കൃഷിയൊക്കെ എൻ്റെ ഭാര്യ വളരെ ഭംഗിയായി, ഞങ്ങളുടെ വേസ്റ്റ് ഒന്നും കോർപ്പറേഷന് കൊടുക്കാതെ ഫുഡ് വേസ്റ്റൊക്കെ ഞങ്ങൾ തന്നെ വളമാക്കി, ഞങ്ങൾ തന്നെ ഇന്നലെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഭാര്യ ഭയങ്കര അഭിമാനത്തോടു കൂടി ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്നലെ രാത്രി 2 തക്കാളി പറിച്ച് തന്നിട്ട് എൻ്റെ മുമ്പിൽ ഒരു വലിയ, നമ്മൾ മേയറായി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലണ പോലെ 3 തക്കാളി കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എൻ്റെ കൃഷി ഇടത്തിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ്. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു.